നമ്മൾ റെഗുലറായിട്ട് പല്ല് തേച്ചാലും നമുക്ക് ചിലപ്പോൾ ഈ വായ്നാറ്റം വരാറുണ്ട്. അതിനുള്ള റീസൺ എന്താണ്? പക്ഷെ ഒരു 98% ഓഫ് കേസസ് നമുക്ക് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ചെയ്യാം. പക്ഷെ ചില കേസസ് മാത്രം നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ, കാര്യം മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ കൂടി മാത്രമേ ചെയ്യത്തുള്ളൂ. നമ്മൾ ചില ആൾക്കാർ ഉറങ്ങുന്ന സമയത്ത് പല്ല് കടിക്കാറുണ്ട്. സോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് നല്ല ശീലമാണോ? എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സിംറ്റംസിനെ ഇവൻ മാസ്ക് ചെയ്ത് വെക്കാറുണ്ട്. വെൽക്കം ഡോക്ടർ ഗോവിന്ദ് ടു ഒറാഡ്സ് ഫൗണ്ടേഴ്സ് ചിറ്റ് ചാറ്റ് ചാനൽ. താങ്ക് യു ജോസഫ്. 13 കൊല്ലത്തെ എക്സ്പീരിയൻസ്, 6 കൊല്ലം മുമ്പ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഡോക്ടറിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ കേൾക്കാം. സോ ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ദ പ്രൊഫഷണൽ ജേർണി? സോ ഞാൻ 2007 BDS ജോയിൻ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 years ഞാൻ എൻ്റെ ഒരു പ്രൊഫസറുടെ ക്ലിനിക്കിൽ തന്നെ വർക്ക് ചെയ്തു. അതിനുശേഷം PGക്ക് പോയി. PG കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് 2019 2019 കഴിഞ്ഞിട്ട് അന്ന് ആ ടൈമിൽ കുറച്ച് കൺസൾട്ടേഷൻസും കാര്യങ്ങളായിട്ട് നടന്നു. അതിനുശേഷം ഒരു ആഗ്രഹം തോന്നി, ക്ലിനിക്ക് വേണമെന്ന് തോന്നി. പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ക്ലിനിക്ക് ഇട്ടത്. പിന്നെ അങ്ങനെ വരുന്നു. താങ്കളുടെ വൈഫും ക്ലിനിക്കിലുണ്ട്? വൈഫാണ് ഇൻചാർജ്? അതെ. വൈഫ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ കൺസൾട്ടൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ സ്പെഷ്യാലിറ്റി മാത്രമേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പലതിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു ഫീല് വന്നു തുടങ്ങിയപ്പോൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ സ്വന്തമായിട്ട് ക്ലിനിക്കിടെ ഒരു പേടി. അപ്പോൾ വൈഫ് അവിടെ നോക്കിക്കോളാം എന്ന് ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കിക്കോളുമല്ലോ. 100% ഡെഡിക്കേഷനും ഉണ്ടാവും. ഡെഡിക്കേഷൻ ഉണ്ടാവും. അതെ. സോ എന്തൊക്കെയാണ് അതിന്റെ സർവീസസ് എന്ന് പറയാം ക്ലിനിക്കിന്റെ? സോ നമ്മൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കാണ്. ഡെന്റിസ്ട്രിയിലെ A to Z ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ട്രീറ്റ്മെന്റ്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സോ ഫ്രം ബേസിക് നമ്മുടെ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് തൊട്ട് നമ്മുടെ ഒരു ഫുൾ മൗത്തിങ് ബാൻഡ് പ്രൊസീജിയേഴ്സ് വരെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പല പ്രൊഫഷൻ്റെ അകത്തും ഈ വർക്ക് ലൈഫ് ബാലൻസ് ഇപ്പൊ ഇല്ല എന്നാണ് പറയുന്നത്. ഡോക്ടറുടെ കാര്യത്തിൽ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടെന്ന് കേട്ടെങ്കിൽ അത് വളരെ റീസെൻ്റ്ലി ആയിരിക്കും. തീരെ ഇല്ലാതിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ചേട്ടാ, ഒരു കാലത്ത് ഒരു ബിഫോർ ഒരു 3 years മുന്നേയൊക്കെ ഞാൻ മോർ ദാൻ 30 ക്ലിനിക്സുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഓടി നടന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ ഹെൽത്തിനെ ആയാലും എല്ലാം ഭയങ്കരമായിട്ട് ബാധിച്ച് തുടങ്ങിയെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതിനെല്ലാം കുറച്ചൊക്കെ കട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. പിന്നെ മാത്രമല്ല, ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് മാറിയെന്ന് പറയുന്നില്ല. ഈവൻ സൺഡേയ്സ് പോലും വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതിൽ നിന്നൊരു ഒരു റിലീഫിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വല്ലപ്പോഴും മൊത്തമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് പോവുക, അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു റിലീഫ് കണ്ടെത്തുന്നത്. ഓക്കെ. നമുക്ക് എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഡോക്ടറിന് സ്ട്രെസ് ഉണ്ടാവാറുണ്ടോ? ഉണ്ടെങ്കിൽ ആ സ്ട്രെസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? സോ എൻ്റെ രീതി അത് ജോസേട്ടന് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഈശ്വരനോട് പ്രാർത്ഥിക്കും, ഭഗവാനെ മോശമായിട്ടൊന്നും സംഭവിക്കരുത് എന്നുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു ലൈനിൽ അങ്ങ് പോവുക. ദൈവവിശ്വാസിയാണ് തീർച്ചയായിട്ടും. ഓക്കെ. ഇനി എപ്പോഴാണ് ഒരാൾ ഡെന്റൽ ഡോക്ടറെ കാണേണ്ടത്? അസുഖം വന്നതിന് ശേഷമാണോ, അതോ റെഗുലർ ചെക്കപ്പ് പോലെ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതിൽ തന്നെ ഉത്തരവുണ്ട്. നമുക്ക് once in 6 months എങ്കിലും ചെക്കപ്പ് ചെയ്യണം. ചെക്കപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് ഡെപ്പോസിറ്റ്സോ കാര്യങ്ങളോ ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യാം. ആ ക്ലീൻ ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ടൂത്തിലൊക്കെ എന്തെങ്കിലും കേടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പല്ലിൻ്റെ സർഫസിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജസ് ഉണ്ടെങ്കിൽ അപ്പോൾ ഡോക്ടർ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ ഡോക്ടർ പറയും, ഒരു എക്സ്റേ കൂടിയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് പറയും. അതിന് നമുക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ്സ് ചെയ്താൽ മതി. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ക്ലീനിങ് മാത്രം ചെയ്ത് പോയാൽ. പക്ഷെ സാധാരണക്കാർക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയാവോ? അതായത് ഡെന്റൽ ഡോക്ടറെ ഇടയ്ക്ക് പോയി കാണാം, 6 മാസത്തിൽ ഒരിക്കൽ പോയി കാണണം എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടോ? പണ്ട് കാലത്ത് ഞാൻ 10 വർഷത്തിന് മുന്നേ കണ്ടിരുന്ന പേഷ്യൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ളവർ കുറച്ചുകൂടെ അവയർനെസ് കൂടുതലാണ്. അവർ പലവരും കൃത്യമായിട്ടും 6 മാസം കൂടുമ്പോൾ ചെക്കപ്പിന് വരുന്ന ആൾക്കാർ എനിക്കുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസ് എനിക്കുണ്ട്. ഡോക്ടറെ, ഞാൻ അവിടെ വന്നപ്പോഴും എൻ്റെ മകനുമായിട്ട് വന്നപ്പോഴും അമ്മയായിട്ട് വന്നപ്പോഴും ഞാൻ കണ്ട ഒരു വലിയൊരു കാര്യം, ഭയങ്കര കെയറിംഗ് ആണ്. ഡോക്ടർ മാത്രമല്ല, ഡോക്ടർ അവിടെയുള്ള സ്റ്റാഫ് എല്ലാം ഭയങ്കര കെയറിംഗ് ആണ്. അതുപോലെ തന്നെ പിള്ളേർക്ക് അല്ലെ കുട്ടികൾക്ക് അവിടെ വീണ്ടും വരാനായിട്ട് ഒരു പേടിയില്ല എന്നുള്ളതാണ്. സോ എന്താണ് ഇതിന്റെ പുറകിലെ സീക്രട്ട്? ജോസേട്ടാ, ബേസിക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ജോസേട്ടനായാലും ഞാൻ ഇന്ന ടൈമിൽ വിളിക്കുമ്പോൾ ആ ടൈമിൽ മറ്റ് പേഷ്യൻസ് കാണത്തില്ല. അപ്പോൾ ഇത്ര നേരം കൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി ഒരു തിടുക്കത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ടൈം ഉണ്ട്, വേറെ വെയിറ്റിങ്ങിന് വേറെ ആൾക്കാരില്ലാതെ, അതായത് ആ ടൈം സ്ലോട്ടിൽ നമ്മൾ പ്രോപ്പർലി ചെയ്യുവാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ പേഷ്യന്റിനെ കാമായിട്ട് ഇരുത്തി നമുക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റ്സ് ചെയ്തു കൊടുക്കാൻ കഴിയും. സോ അതാണല്ലോ എക്സ്പെക്ട് ചെയ്യുന്നത്. കറക്റ്റ്.
ഡോക്ടറെ ഈ മൗത്ത് വാഷ് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉം. അത് നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ ആണെന്ന് ഞാൻ കേട്ടു. എന്താണ് ഡോക്ടറെ അതിന്റെ അഭിപ്രായം? ഹാംഫുൾ എന്നല്ല, ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. കാര്യം ഈ മൗത്ത് വാഷിൽ തന്നെ പല ഇൻഗ്രീഡിയൻസിലുള്ള മൗത്ത് വാഷ് ഉണ്ട്. ഇപ്പം മൗത്ത് വാഷ് ക്ലോർഹെക്സിഡിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉള്ള മൗത്ത് വാഷസ് ആണ് ജനറലി നമുക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു സ്റ്റെയിനിങ് കോസ് ചെയ്യും. അപ്പം നമ്മൾ ഡോക്ടേഴ്സ് എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത് ഒരു ഒന്നിരാടം യൂസേജ് ഒക്കെയാണ് ഉള്ളത്. പക്ഷേ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം ഭയങ്കര പൂർ ഓറൽ ഹെൽത്ത് ആയിട്ടൊക്കെ ഓറൽ ഹൈജീനോ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ആഫ്റ്റർ ബ്രഷിംഗ് നമ്മൾ മൗത്ത് വാഷ് ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ അത് ഡിപ്പെൻസ് ഓൺ ദി കേസ്. പിന്നെ ചില ഗം ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെതായ കണ്ടൻസ് ഉള്ള മൗത്ത് വാഷസ് നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യാം. നമ്മൾ ഞാൻ ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും ഞാൻ പല്ല് തേക്കാറുണ്ട്. ഉം. അത് അത് ശരിയാണോ തെറ്റാണോ എന്ന് എൻ്റെ പേഴ്സണൽ ഒരു ചോദ്യമാണ്. ഓക്കെ. ജോസേട്ടാ, നമ്മുടെ ഓരോരുത്തരുടെ പല്ലും നമ്മൾ ഒരു ഡോക്ടർ നോക്കിയിട്ട് അതിൽ വെയർ ആൻഡ് ടെയർ എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ജോസേട്ടൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ചേട്ടൻ്റെ ടൂത്തുമായിട്ട് ഓക്കെ ആയിട്ടുള്ളതാണോ? അപ്പം നമുക്ക് അതിൻ്റെ ടൂത്ത് ബ്രഷ് തന്നെ പല രീതിയിലുണ്ട്. എക്സ്ട്രാ സോഫ്റ്റ് ഉണ്ട്, മീഡിയം ഉണ്ട്, ഹാർഡ് ഉണ്ട്. അപ്പം ജോസേട്ടനിൽ വെയർ ആൻഡ് ടെയറിൻ്റെ ആ ഒരു രീതി നോക്കിയതിന് ശേഷം ഈ എക്സ്ട്രാ ഹാർഡ് പോലെ ഇപ്പം വെയർ ആൻഡ് ടെയറിൻ്റെയൊക്കെ ഇത് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഹാർഡ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റ്. അത് ഡിപ്പെൻസ് ഓൺ ദി സിവിയറിറ്റി. അതൊരു ഡോക്ടറാണ് പറയേണ്ടുന്നത്. സോ പിന്നെ ചെയ്യുന്ന രീതിയാണ് ഇമ്പോർട്ടൻറ്റ്, പല്ല് തേക്കുന്നതിലല്ല. വെറുതെ തേക്കുന്നത് കൊണ്ട് അത് പല്ലിന് ചിലപ്പോൾ വെയർ ഓഫ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. പക്ഷേ പല്ല് തേക്കുന്ന രീതിയിൽ തേച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബെനിഫിഷ്യലാണ്. ഡോക്ടറെ, ഒരു പേസ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഇപ്പോൾ ഒരു നോർമൽ പേസ്റ്റും ഉണ്ട്, മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റും ഉണ്ട്. ഇപ്പോൾ നോർമൽ പേസ്റ്റിലാണെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ഫോമിലും ഉണ്ട്, ജെൽ ഫോമിലും ഉണ്ട്. ഈ പേസ്റ്റ് ഫോമിലുള്ളതിന് ഈ അബ്രേഷൻ ആക്ഷൻ കൂടുതലായിരിക്കും. അതായത് തേയ്മാനത്തിൻ്റെ അംശം ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ഓൾറെഡി തേയ്മാനം ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേസ്റ്റിന് പകരം ജെൽ ഫോംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇത് ബേസിക് കാര്യം. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ആൻറ്റി സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലയോ? ഉവ്വ്. അപ്പോൾ ഈ സാധനം ഇതൊക്കെ മെഡിക്കേറ്റഡ് ഗ്രേഡിൽ വരുന്ന സാധനങ്ങൾ. ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് മോർ ദാൻ 2 വീക്സിലെത്തേക്ക് അഡ്വൈസബിൾ അല്ല. ബിക്കോസ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ സിംറ്റംസിനെ ഇവൻ മാസ്ക് ചെയ്ത് വെക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു പല്ലിന് പുളിപ്പ് വരുന്നതിന് എന്തെങ്കിലും ഒരു വെയറിങ്ങിൻ്റെയോ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണമായിരിക്കാം. ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്ന കാരണം ഇവൻ മാസ്ക്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിന് ഡാമേജ് പറ്റിക്കൊണ്ടേയിരിക്കും. പേഷ്യന്റിന് സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ട് ഡോക്ടറെ അടുത്ത് വരത്തുമില്ല. സോ അത് നമുക്ക് റിപ്പയറബിൾ കണ്ടീഷനും അപ്പുറം എത്തിയിട്ട് വന്ന പേഷ്യൻസ് എനിക്കുണ്ട്. സോ അപ്പോൾ ഇത് ഇനി റെഡിയാക്കി വിടാൻ പറ്റില്ല എന്ന് പറയേണ്ടുന്ന പേഷ്യൻസ് ഉണ്ട്. സോ അതുകൊണ്ട് അതാണ് പറഞ്ഞത്, വൺസ് ഇൻ 6 months ഒന്ന് ഡോക്ടറിനെ പോയി കാണുക. മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നോട്ട് മോർ ദാൻ 2 വീക്സ്. ഉപയോഗിക്കാൻ പാടില്ല. അത് യൂസ് ചെയ്യുന്ന രീതിയുണ്ട്. അത് ഡോക്ടർ പറഞ്ഞു തരും എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ബ്രഷ് ചെയ്ത് കളയേണ്ടുന്ന രീതി. അപ്പോഴും ഈ മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റ് എടുത്ത് മറ്റേ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നോ യൂസ്. ഡോക്ടറെ, സ്റ്റെയിൻസ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ട്. അതെ. അപ്പൊ അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമോ? സ്റ്റെയിൻസ് നമ്മുടെ നോർമൽ ക്ലീനിങ് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്കെയിലിംഗ് എന്ന് പറയുന്ന ആ പ്രൊസീജിയറിൽ കൂടെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസിൽ ബ്ലാക്ക് സ്പോട്ട്സ് ആയിട്ട് ഒരുപാട് ഇങ്ങനെ പല്ലിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ക്രോമോജനിക് സ്റ്റെയിൻസ് എന്നാണ് പറയുന്നത്. ഒരു പർട്ടിക്കുലർ മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് കാരണം ഉണ്ടാകുന്നത്. ചില ആളുകളിൽ കൂടുതലായിരിക്കും. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കളഞ്ഞാലും വേഗത്തിൽ തിരിച്ച് വരാറുണ്ട്. അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ കോമ്പോസിഷനുള്ള മൗത്ത് വാഷസ് ഉണ്ട്. അത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വരില്ല എന്നല്ല, പക്ഷെ വരാനുള്ള ആ റേറ്റ് കുറവായിരിക്കും. റിക്കർ ചെയ്യാനുള്ള ചാൻസസ് കുറവായിരിക്കും. ഡോക്ടർ, അതുപോലെ നമ്മുടെ പല്ലിന്റെ ഇനാമൽ പോകാനുള്ള കാരണം എന്താണ്? ഇനി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് റീജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനാമല് പോവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. നമുക്ക് ചില ഹാബിറ്റ്സ് ഉണ്ട്. നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ് മുതൽ നമുക്ക് അതിനെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇനാമൽ വെയർ ഓഫ് ആയി പോകും. പിന്നെ അല്ലാതെ ഫോഴ്സ്ഫുള്ളി ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ, ചിലവർക്ക് അങ്ങനെ ചെയ്താലേ സാറ്റിസ്ഫാക്ഷൻ വരത്തുള്ളൂ. ഒരുപാട് നേരം ബ്രഷ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ എന്താ പറയുക, ഒരുപാട് അസിഡിക് ആയിട്ടുള്ള ബിവറേജസ് കുടിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ. ഈവൻ നമുക്ക് വൈറ്റമിൻ സി ധാരാളമുള്ള നാരങ്ങ വെള്ളം ആണെങ്കിൽ പോലും ഇനാമലിനെ അലിയിക്കും. സോ അതിനെന്താ അപ്പം നാരങ്ങ വെള്ളം കുടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിക്കണം. എങ്ങനെ കുടിക്കാം? നമുക്ക് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ സ്ട്രോ ഇട്ട് കുടിച്ചാൽ മതി. നമുക്ക് ഈ വായിക്കകത്ത് ഫുള്ള് സ്വിഷ് ചെയ്ത് ഇങ്ങനെ വെച്ച് കുടിക്കേണ്ട കാര്യമില്ല. നമ്മൾ റെഗുലറായിട്ട് പല്ല് തേച്ചാലും നമുക്ക് ചിലപ്പോൾ ഈ വായ്നാറ്റം വരാറുണ്ട്. അതിനുള്ള റീസൺ എന്താണ് ഡോക്ടർ? നമ്മുടെ പല്ലിൽ വായ്ക്കകത്തുള്ള ഡെപ്പോസിറ്റ്സ് ഒരു ഫാക്ടറാണ്. പിന്നെ മോണരോഗം എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ ഈവൻ ഡീഹൈഡ്രേറ്റഡ് ആയാൽ പോലും
നമുക്ക് ഈ ഒരു സ്മെല്ലിനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മുടെ സൈനസിൻ്റെ അകത്തുള്ള നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റിക്കറൻറ്റ് ഇൻഫെക്ഷൻസ്, ജലദോഷം പോലെയൊക്കെ വരുന്നത് അതും എല്ലാം ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമുക്ക് ആ ഒരു സ്മെല്ലുമായിട്ട് ലിങ്ക്ഡ് ആണ്. സോ ഒരു പിന്നെ ടൂത്തിന് ഒരു ക്യാവിറ്റി ഉണ്ട്. ക്യാവിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് ഫുഡ് ഡെപ്പോസിറ്റ്സ് ഇരുന്ന് തന്നെ അവിടെ സ്മെല്ല് ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള സ്മെല്ല് വരാം. സോ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ മേജർ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. നമുക്കതിനെ പ്രോപ്പർലി നമ്മുടെ കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുക, പ്രോപ്പർലി റീഹൈഡ്രേറ്റ് ചെയ്ത് നമ്മളതിനെ ക്ലീൻനെസ് ആണ് മെയിൻ. മെയിൻ പിന്നെ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ടു ആൻ എക്സ്റ്റെൻഡ് അത് ക്ലിയർ ആവും. ഓക്കെ. നമ്മൾ ചില ആൾക്കാരെ ഉറങ്ങുന്ന സമയത്ത് പല്ല് കടിക്കാറുണ്ട്. ഉം. സോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് നല്ല ശീലമാണോ? ജോസേട്ടാ, ഇത് ബ്രക്സിസം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം പല്ല് ചിറമ്പുക എന്ന് പറയും. അപ്പം ഒരുപാട് സ്ട്രെസ്സൊക്കെ ബെയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ അതിന് ദോഷികത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പല്ലുകൾ തമ്മിൽ കൂട്ടി ഉരഞ്ഞ് ഇനാമലാണ് വെയർ ഓഫ് ആയി പോകുന്നത്. വെയർ ഓഫ് ആയി പോയി ഇവർക്കെല്ലാം സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടാവും. പിന്നീട് ഈ ജോയിൻറ്റിന് പെയിനും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതായത് സ്പ്ലിൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഡോക്ടറെ, പല റീൽസിലും നമ്മൾ കണ്ടിട്ടുണ്ട്, എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കുന്നതിന് മുമ്പായിട്ട് വെള്ളം കുടിക്കുക, ചായ കുടിക്കുന്നത് അത് ശരീരത്തിന് നല്ലതാണ് എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഡോക്ടറുടെ അഭിപ്രായം? ശരീരത്തിന് നല്ലതാണ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. ഞാൻ ബ്രഷ് ചെയ്തിട്ട് മാത്രം ഇതെല്ലാം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇതിൽ ഉള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വായ്ക്കകത്ത് പല മൈക്രോ ഓർഗാനിസംസും ഉണ്ട്. അപ്പോൾ നമുക്ക് അവർ റീൽസിലൊക്കെ പറയുന്നത് എന്താണ്, അത് പ്രോബയോട്ടിക് ബാക്ടീരിയാസ് അല്ലേ, ഉള്ളിൽ പോയാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് ശരിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഓക്കെ. ഗ്രാജുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒത്തിരി പേര് ഇപ്പോൾ ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങുന്നുണ്ട്. എന്താണ് ഡോക്ടറിന്റെ അഭിപ്രായം? അതോ കുറച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് ഡെന്റൽ ക്ലിനിക്ക് തുടങ്ങുന്നതാണോ നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ട് തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ BDS കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം എൻ്റെ ഒരു സാറിൻ്റെ ക്ലിനിക്കിൽ നിന്നിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു മോഡൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭാവിയിൽ അതിനും ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ക്ലിനിക്ക് തുടങ്ങിയെങ്കിലും എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. ഒരു ക്ലിനിക് മാനേജ്മെൻറ്റ്, നമ്മുടെ പേഷ്യൻറ്റിനോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറ്റം, ബേസിക് ഒരു A to Z നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോളേജിൽ ഒരു BDS സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളല്ല ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞിട്ട് മാത്രം തുടങ്ങുകയാണ് നല്ലത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. ഇല്ലെങ്കിൽ പാനിക് ആയിരിക്കും. ഓക്കെ. സോ സിംഗിൾ സിറ്റിംഗ് റൂട്ട് കനാൽ എന്നൊരു സംഭവം ഉണ്ട്. ഡോക്ടർ അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഒറ്റ സിറ്റിംഗ് ഉണ്ട്. സോ അത് എഫക്റ്റീവ് ആണോ ഡോക്ടറെ? ജോസേട്ടാ, ഏകദേശം ഒരു 98% ഓഫ് കേസസ് നമുക്ക് സിംഗിൾ സിറ്റിങ്ങിൽ തന്നെ ചെയ്യാം. പക്ഷെ ചില കേസസ് മാത്രം നമുക്ക് അത് അവോയ്ഡ് ചെയ്യേണ്ടി, കാര്യം മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ കൂടി മാത്രമേ ചെയ്യത്തുള്ളൂ. കാര്യം ആ ടൂത്തിൻ്റെ കണ്ടീഷൻ അത്രയും മോശമായിരിക്കാം. ചിലപ്പോൾ അതിൽ നിന്ന് പസ് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റ സിറ്റിങ്ങിൽ നിർത്താൻ പാടില്ല. അതുകൊണ്ട് മൾട്ടിപ്പിൾ സിറ്റിംഗ് സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കേസ് ടു കേസ് അല്ലേ? കേസ് ടു കേസ്. പിന്നെ വേറൊരു ചോദ്യം ചോദിക്കാൻ ചേട്ടന്, ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാം മൾട്ടിപ്പിൾ സിറ്റിംഗ് ആയിരുന്നല്ലോ, ഡോക്ടർ എല്ലാം സിംഗിൾ സിറ്റിംഗ് ചെയ്യുന്നത്, അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പോലെയുള്ള എക്യുപ്മെൻറ്റ്സോ ബാക്കിയുള്ള ടെക്നോളജിയോ ഒന്നും ഇല്ല. അപ്പോൾ ഇന്ന് നമുക്ക് ആ ടെക്നോളജി കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 45 മിനിറ്റ്സ് ഒരു റൂട്ട് കനാലിനെന്ന് പറയുന്നത് ആവശ്യത്തിലധികം ടൈമാണ്. ഒരു ഉത്തമ ഉദാഹരണം മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. അതെ, ചേട്ടന് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെയിൻ കുറവായിട്ട് താങ്കൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയുന്നുണ്ടല്ലോ. ചേട്ടന് ഞാൻ ചെയ്തപ്പോൾ പെയിൻ ഉണ്ടായിരുന്നു. എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഒരിക്കലും പെയിൻ ഇല്ല എന്ന് പറയാൻ പാടില്ല. നമുക്ക് പെയിൻ പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്ന കേസുകൾക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോഴൊക്കെ പെയിനൊക്കെ ഉണ്ടായെന്നൊക്കെ പറയും. ഇല്ലയെന്ന് ഞാൻ പറയാൻ പാടില്ല. കാര്യം എനിക്കും ചെയ്തിട്ടുള്ളപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്, അയ്യോ ഇത്രയും പെയിൻഫുൾ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ആ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഓരോ ടിപ്സുകൾ നമ്മൾ തന്നെ കണ്ടെത്തും, നമ്മുടെ ടെക്നിക്സിൽ മോഡിഫിക്കേഷൻ വരുത്തും. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ചേട്ടന് ഇങ്ങനെ ഒരു എനിക്ക് റിവ്യൂ തരാൻ ചേട്ടന് പറ്റിയത്. പണ്ടൊക്കെ ആ സൂചി വളയുന്നിരിക്കുമ്പോൾ കാണുമ്പോൾ പേടിയായിരുന്നു. ചേട്ടന് ടെൻഷൻ ഒന്നുമില്ല. ഇതിനൊക്കെ ബേസിക് ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ആവശ്യത്തിന് ടൈം. ഇപ്പം ചേട്ടൻ്റെ ഒരു കേസ് ചെയ്യുകയാണെങ്കിൽ വേറെ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ ആ ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ട് ഒരു ചിത്രം വരയ്ക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇൻസ്പയർഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഹൂ ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ? ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്.
ഗ്രേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ MDSന് പോയപ്പോൾ എൻ്റെ ഒരു HOD ആയിട്ടുണ്ടായിരുന്ന സാറ്. അപ്പോൾ പുള്ളി ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ അക്കാഡമിക്സ് മാത്രം നോക്കുന്ന ഒരു മനുഷ്യനല്ല. നമ്മുടെ എല്ലാ ഡയമെൻഷനിലും ഷേപ്പ് ചെയ്യാനായിട്ട് പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് കാര്യം ആദ്യത്തെ 1.5 വർഷം പുള്ളി എന്നെ നല്ലതായിട്ട് ഫയർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെയാണ് ഒന്ന് എൻ്റെ അടുത്ത് അയഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഭയങ്കര സ്നേഹമുള്ള മനുഷ്യനാണ് ഓക്കെ. എൻ്റെ അടുത്ത്. അപ്പോൾ അതാണ് പുള്ളിയാണ്. ആ സാറിന്റെ ഫോട്ടോയാണ് അതെ 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 അവിടെ വെച്ചിരിക്കുന്നത്. വെച്ചിട്ടുണ്ട് ഓ, ഞാൻ. അപ്പൊ അത്ര അടുപ്പമാണ്, അല്ലെങ്കിൽ അത്രമാത്രം ഇൻസ്പയർഡ് ആയില്ല, പിന്നെ ഫോട്ടോ എനിക്ക് വെക്കത്തില്ലല്ലോ. സാറിന്റെ മുന്നിൽ പോകുമ്പോൾ എനിക്ക് സാറിന്റെ മുന്നിൽ പഴയ കുട്ടിയായിട്ട് തന്നെ ഞാൻ നിൽക്കുമെങ്കിലും എന്താ പറയാ നമ്മളെ പേഴ്സണലി ഭയങ്കര അടുപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ +2 കഴിഞ്ഞ ഒരു കുട്ടി ഡെന്റൽ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് ഡോക്ടർ? ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് കുറവാണോ അതോ കൂടുതലാണോ? ഫസ്റ്റ് ഡെന്റിസ്ട്രി എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം അത് എങ്ങനെ തീരുമാനിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡെന്റിസ്ട്രി എടുത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഹാൻഡ് സ്കിൽസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഒരു പരിചയത്തിലുള്ള ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തെങ്കിലും പോയി സംസാരിച്ചിട്ട് മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവൂ. പക്ക തിയറി പഠിക്കുന്നത് മാത്രമല്ല, നമ്മളൊരു 3rd ഇയർ മുതൽ തന്നെ നമ്മൾ അഡീഷണലി ഡെന്റൽ മെറ്റീരിയൽസ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നുണ്ട്. സോ അപ്പോൾ അതെല്ലാവർക്കും അങ്ങ് ഓക്കെ ആവണം എന്നില്ല. ഇപ്പം ചിലവർ പ്രാക്ടീസ് ചെയ്ത് അക്കാഡമിക്കലി മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ക്ലിനിക്കലി രണ്ടും മിക്സ് ചെയ്ത് ഹൈബ്രിഡ് രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അത് ഒരു കാര്യമുണ്ട്, ഈസി ജോബല്ല. ഡെന്റിസ്ട്രി ഒരു ഈസി ജോബല്ല. പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് മുതൽ നമ്മൾ ഈ ടെക്നിക്സ് കാര്യങ്ങളെല്ലാം പഠിക്കണം. അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് വരെ നമ്മൾ അറിയണം. അത് അയാളെ കൊണ്ട് പറ്റുമോ എന്ന് ആലോചിച്ച് ഈ ഡെന്റിസ്ട്രി എടുക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെനിക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും, പിന്നെ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കി. ഒരു പാഷൻ കൂടെ വേണം. പാഷനും കൂടെ അതുപോലെ തന്നെ ഒരു ഇൻ ആൻഡ് ഔട്ട് അറിഞ്ഞിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. ഞാൻ പറയാനുള്ള കാര്യം, ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ എത്തിപ്പെട്ടത് എന്തോ ഈശ്വരഭാഗ്യം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്താ പറയുക, റൂട്ട് കനാൽ ചെയ്യുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അതിനുള്ള അട്രാക്ഷൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ടെക്നോളജിക്കലായിട്ടുള്ള പുതിയ പുതിയ സാധനങ്ങൾ, ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ വെക്കുമ്പോൾ എനിക്ക് വീണ്ടും അതിലോട്ടൊരു ഇൻട്രസ്റ്റ് കൂടും. മനസ്സിലായി. അതാണ് ഒരാളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ചിരി എന്ന് പറയുന്നത്. സോ ഒരാളുടെ ഡെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയ 2 അഡ്വൈസ് പറയാമോ ഡോക്ടറെ? ജോസേട്ടാ, നമ്മൾ രാവിലെ പല്ല് തേക്കുന്നത് പോലെ തന്നെ നൈറ്റ് എല്ലാ ഫുഡ് കഴിഞ്ഞതിന് ശേഷവും ബ്രഷ് ചെയ്യുക. നൈറ്റ് ബ്രഷിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ വൺസ് ഇൻ 6 months നമുക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു ചെക്കപ്പ് നടത്തുക. ഇപ്പോൾ ചെക്കപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ചെക്കപ്പ് നടത്തി ആവശ്യമാണ് ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ, ഇപ്പോഴും ഒട്ടുമിക്ക ക്ലിനിക്കുകളിലും ഇൻട്രാഓറൽ ക്യാമറ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് അവർ കാണിച്ചു തരും നിങ്ങൾ. അപ്പോൾ ഡെപ്പോസിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ആ ക്ലീനിനെസ് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് ടൈം വരുമ്പോൾ 6 months കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഡെപ്പോസിറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ചെയ്യണ്ട. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യും ഡോക്ടർ. മതി, ധാരാളം. സോ ഡോക്ടറുടെ ക്ലിനിക്കിനും ഡോക്ടറുടെ പ്രൊഫഷനും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ജോസേട്ടാ.